അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കാസ്റ്റ് സർവേ നടത്തിയിട്ട് ഈ വിഷയത്തിൻ്റെ സത്യം പുറത്തു വരില്ല. മാക്സ് ഒരു പോപ്പുലേഷൻ സർവേ ചിലപ്പോൾ നടന്നേക്കാം. ഇതാണ് നടക്കാനുള്ളത്. അപ്പോൾ അതിന് സ്വീകരിക്കുന്ന രീതി എന്താ വെച്ചാൽ പല ആംഗിളിൽ അവരുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഉത്തരേന്ത്യ പോലെയല്ല കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടി പ്രബുദ്ധരാണ്, കാര്യങ്ങളെ മനസ്സിലാക്കും, അങ്ങ് തൊടാതെ വീഴുന്ന സ്വഭാവമില്ല. അപ്പോൾ ശക്തമായ ഹിന്ദുത്വം പറഞ്ഞാൽ കിട്ടുന്ന വോട്ടുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ആളുകളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്, അവരത് പറയും. കേരളത്തിൽ മൊത്തത്തിൽ രാജ്യത്തുമൊക്കെ നാം പരിശോധിക്കുമ്പോൾ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ വേദനയേൽപ്പിക്കുന്ന ചില പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ചില വ്യക്തികളിൽ നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം കാണുകയാണ്. ഏറ്റവും ഒടുവിൽ SNDPയുടെ അമരക്കാരൻ ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ചില പരാമർശങ്ങൾ നാം ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഒരു കണക്കുകളുടെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, തെളിവുകളുടെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ കൃത്യമായ കണക്കുകൾ യാഥാർത്ഥ്യം മറുവശത്ത് സംസാരിക്കുന്നു എന്നിരിക്കെ തന്നെ ഇതൊന്നും അറിയാത്ത ആളല്ല എന്ന വളരെ കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നാം കാണുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അതല്ലെങ്കിൽ ഇത് കേവലം ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പരാമർശം എന്നുള്ളതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇതിൽ കാണുന്നുണ്ടോ എന്നതാണ് ആദ്യമായി നാം ചർച്ചക്കെടുക്കുന്നത്. SNDP എന്നത് കേരളത്തിൽ പ്രബലമായിട്ടുള്ളൊരു സാമുദായിക സംഘടനയാണ്. ഒരുപക്ഷെ നവോത്ഥാനവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള, ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു സംഘമാണ് SNDP. അതിൻ്റെ അമരക്കാരനാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി. എനിക്ക് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇന്ത്യയുടെ ഭരണഘടന ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഇക്വിറ്റി, ജസ്റ്റിസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് ഈ സമുദായത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വകവെച്ച് കിട്ടേണ്ടതുണ്ട്. ഇനി ഇതിന് മുസ്ലിങ്ങളാണ് കാരണക്കാരെങ്കിൽ ഒരു നിലയ്ക്കും സഹിക്കാൻ പറ്റില്ല. അവരെടുത്ത് പിടിച്ചു വാങ്ങി എന്ത് ചെയ്യണം, കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായി പറയാറുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ചാനൽ ചർച്ചകളുടെയൊക്കെ പുറത്തേക്ക് കടന്നിട്ട് ഇവിടെയുള്ള വിവിധ മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ അദ്ദേഹത്തിൽ നിന്ന് പോയി കണ്ടിട്ട് പറ്റുവെച്ചാൽ ഒരു സംയുക്തമായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഒന്നിച്ച് എന്ത് ചെയ്യണം, ഒരു അന്വേഷണം. കാരണം ഡാറ്റകൾ ഒരുപാടുണ്ടെങ്കിൽ അതെല്ലാം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാമല്ലോ. ആ രീതിയിൽ എന്ത് ചെയ്യുക, നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് ഇടപെട്ടിട്ട് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല കൂട്ടത്തിൽ നമുക്ക് 56 തൊട്ടുള്ളൊരു ചരിത്രം കേരളത്തിലുണ്ടല്ലോ. അദ്ദേഹം അത് ഉന്നയിച്ചിട്ടുള്ളത് ഒരു അഖിലേന്ത്യാ പശ്ചാത്തലത്തിലല്ല, കേരളത്തിനൊരു പശ്ചാത്തലത്തിലാണ് അത് ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 56 തൊട്ടുള്ളൊരു ചരിത്രം കൊടുക്കുക. ആ നിലയ്ക്ക് നമ്മുടെ ഒരു റവന്യൂ, ഈ റവന്യൂവിൻ്റെ ഇപ്പോൾ കേരളത്തിൻ്റെ റവന്യൂവിൻ്റെ സിംഹഭാഗം പോകുന്നത് പെൻഷനും ശമ്പളത്തിനുമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്കും ആർക്കാണ് ഇതിൻ്റെ യഥാർത്ഥ ഗുണഫലം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെൻറ്റേഷൻ നടക്കട്ടെ. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെന്തായാലും ഈ ഒരു സമുദായത്തിന് നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു പിടിക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പിന്നെ തൻ്റെ ഉള്ളിൽ നിന്ന് ആ നിലയ്ക്കുള്ളൊരു വേദനയുടെ ഒരു ബഹിസ്ഫുരണമല്ല. കാരണം യഥാർത്ഥത്തിൽ ഈ രീതിയിലൊരു പഠനം നടന്നാൽ ഒരു പക്ഷേ SNDPക്ക് നഷ്ടം സംഭവിക്കും, എന്നാൽ നേട്ടം എന്തായാലും ഉണ്ടാവില്ല. കണക്കുകളിൽ ആ വിഷയത്തിൽ വ്യക്തമാണ്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കാം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ വിഷയം ഇദ്ദേഹം ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഇവിടെ സർവേ നടക്കണം, കാസ്റ്റ് സർവേ നടക്കണം എന്നുള്ളത്. അത് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്തിനാ പിന്തുണക്കാരനായി? കാസ്റ്റ് സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹം മാറി. പക്ഷെ നമുക്കറിയാം ഇദ്ദേഹത്തെ പറയാനുള്ള കാരണം വെച്ചാൽ കാസ്റ്റ് സർവേ അവിടെ നടക്കില്ല. ഒരു ഭാഗത്ത് കേന്ദ്രത്തിൽ BJPക്ക് ഈ വിഷയത്തിൽ യാതൊരു താല്പര്യവും ഇല്ല, എത്രയോ ആയിട്ട് ഫാർക്രൈ നടക്കുന്നുണ്ട് വിഷയത്തിൽ. ഇവിടെ നിലവിലുള്ള LDF സർക്കാർ ഒന്നുമില്ല, നടത്തൂല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കാസ്റ്റ് സർവേ നടത്തിയിട്ട് ഈ വിഷയത്തിൻ്റെ സത്യം പുറത്തു വരില്ല. മാക്സ് ഒരു പോപ്പുലേഷൻ സർവേ ചിലപ്പോൾ നടന്നേക്കാം. ഇതാണ് നടക്കാനുള്ളത്. പിന്നെ ഒന്നിതിനെ പിന്തുണച്ചു എന്ന് വരുത്തി തീർക്കാൻ പറ്റും. ഇപ്പം നമുക്കറിയാം സ്വമേധയായി നടത്തിയൊരു സ്റ്റേറ്റായിരുന്നു ബീഹാർ. അവിടെ നടത്തി കഴിഞ്ഞപ്പോഴോ
അതിപ്പോൾ തൽക്കാലം ഓരോ ചെയ്യുന്നു പുറത്ത് വിട്ട് ഒക്കെ ചെയ്തു, പക്ഷേ പിന്നീട് അനുബന്ധ നടപടികളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു അന്വേഷണത്തിൽ വല്ലതും പുറത്തു വന്നു നിൽക്കാം, എന്നാൽ പോലും ഇതിനെ അട്ടിമറിക്കുക എന്നുള്ളൊരു 2 അജണ്ട ഉണ്ട്. ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് നമുക്കറിയാം, ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ വിഷയത്തിൽ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ വന്ന് കോടതി ഇടപെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു. പിന്നെ എന്തായത്, പിന്നെ ആരോപണം എന്ത് ചെയ്യുക, തുടർന്നുകൊണ്ട് ഇരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പ്രയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായി വന്ന ഒരു പോളറൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ സൂചനകൾ വ്യക്തമായിട്ടുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ ഇരു മുന്നണികളിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ വേണ്ടി വന്നാൽ ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം എന്താണ്, ഇരു മുന്നണികളും ഇവിടെ പ്രീണന നയമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ BJP പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത്, ക്രിസ്ത്യാനികൾ വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നു, അവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ നേടിക്കുന്നു. ഇതിനിടയ്ക്ക് ബലിയാടാക്കപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട തീയ വിഭാഗമാണെന്ന്. അപ്പോൾ ഈ ഒരടർത്തി മാറ്റൽ, ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഈ ഒരു അടർത്തി മാറ്റൽ കുറച്ചുകൂടെ ഇരു മുന്നണികളിൽ നിന്നുള്ള കുറച്ചുകൂടെ ശക്തമാക്കി എടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം എന്തായാലും വലിയ നേട്ടമുണ്ടാകും. അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന മുന്നണിയെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും, ആ നിലയ്ക്കൊരു നേട്ടമുണ്ടാകുന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷ ഈ ക്ഷേമ പ്രവർത്തന സംവരണമുണ്ട്, അതുപോലെ തന്നെ പിന്നോക്ക സംവരണം, ഈ 2 ടേമുകളുമുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോൾ സമകാലിക ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, ഇത് രണ്ടും വളരെ ആസൂത്രിതമായി കോടതിയെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വല്ലാതെ ഒന്നും ഇനി ഇത്തരത്തിലുള്ള ഈ സംവരണ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന അർത്ഥമില്ല. കാരണം 80-20 കൊണ്ടുവന്നറിയാം, പിന്നെ അതിനെന്ത് സംഭവിച്ചെന്നറിയാം, ആന്ധ്രയിലെ കോടതി എങ്ങനെയാണ് ഇടപെട്ടത് നമുക്കറിയാം. ഇവിടെയൊക്കെ തന്നെ സംവരണം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ, അല്ലെങ്കിൽ ഭരണഘടന നമ്മൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനത്തെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിഷേധിക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്. ഇനി സംഭവിക്കാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ, ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചോ അറിയില്ല, അതായത് ഇവിടുത്തെ സമ്പത്ത് കൈയടക്കിയിരിക്കുന്നതാണ്. ഇതിൽ വലിയൊരു സൂചന ഉണ്ട്. ഇനിയിപ്പോൾ ഒരു സർവേ നമ്മൾ നടത്തി നിൽക്കുക, സർവേ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഒക്കെ ഉള്ള മുസ്ലിങ്ങൾ അവരുടെ സ്വന്തം അധ്വാനം എന്ന് വെച്ചാൽ ഗൾഫിലൊക്കെ പോയിട്ട് അവർ നേടിയ ചില നേട്ടങ്ങളുണ്ട്, ആ നേട്ടങ്ങളിലൂടെ അവർക്കുണ്ടായിട്ടുള്ള വളർച്ചയുണ്ട്. അപ്പോൾ ആ വളർച്ചയെ അത് സർവേയിൽ വരുമല്ലോ, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ പിന്നോക്ക വിഭാഗമല്ല എന്ന് സ്ഥാപിക്കാനും അതിലൂടെ നിലവിലുള്ളൊരു സംവരണ ഈ തത്വത്തെ പോലും അട്ടിമറിക്കാനുമുള്ള ഒരു വേഗത കൂട്ടാനൊക്കെ ഇതിലൂടെ കഴിയുന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹം വളരെ നമ്മൾ ദുർബലരൊന്നുമല്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കലാണ്. ഇതാണ് ഇതിലൊരു വ്യക്തമായൊരു അജണ്ട എന്ന് പറയുന്നത്. എന്തായാലും എനിക്കിതിൽ ഒരു വലിയ അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ മുന എങ്ങോട്ടാണ് നീളുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും ഇവിടെയുള്ള വലതുപക്ഷമോ ഇടതുപക്ഷമോ ഇതിലൊരു ഇമ്മീഡിയറ്റായിട്ട് പ്രതികരണം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു ചെറിയ പ്രസ്താവന നമ്മളെ കൂറിയോസ് പിതാവ് നടത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു, ചാടി വീണ് കടിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവാവട്ടെ എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് ഇടപെടുന്ന ആളാണ്. പക്ഷേ ഈ വിഷയം ഇത്ര വർഗീയ സ്വഭാവമുള്ള ഒരു പരാമർശം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നിട്ടും അതിനകത്ത് ഇടപെടാനോ ഒരു വിശദീകരണം നൽകാനോ ഇരു മുന്നണികളും തയ്യാറായിട്ടില്ല. ഒരർത്ഥത്തിൽ വീണ്ടും വീണ്ടും ഈ മൂന്നാം മുന്നണിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തരം പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും പൊളിച്ച് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വളരെ നിർണായകമായി തീരുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല. തീർച്ചയായും പ്രത്യക്ഷത്തിൽ നാം കാണുന്ന ചില കാര്യങ്ങൾക്കപ്പുറം ചില ലക്ഷ്യങ്ങൾ കൂടി ഇതിൻ്റെ ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്കിതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, ഇതിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ ഒരു ക്ഷീണമാണ്. കാരണം ഈ ഓഹരി വക്കലുകളും സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഞങ്ങൾക്കൊരുപാട് കിട്ടി, നിങ്ങൾക്കൊരുപാട് നഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇതൊരുപാട് പിടിച്ചെടുത്തു,
ഇങ്ങനെ ഈ കുട്ടികൾക്കിടയിൽ നടക്കുന്ന ഒരു പിടിവാശി പോലെ സമുദായത്തിൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരിക, അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരിക, അത് പത്രങ്ങളിൽ വായിക്കേണ്ടി വരിക, അതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു സൗഹാർദ്ദത്തിൻ്റെ പ്ലാറ്റ്ഫോമിന് മാരകമായ പ്രഹരമേൽപ്പിക്കുന്നുള്ളതിൽ യാതൊരു തർക്കമല്ല. പിന്നെ ഈ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് മഴക്കാലമാണല്ലോ. ഈ മഴ പെയ്യുമ്പോൾ മണ്ണ് നനയും. അപ്പോൾ അതിലുള്ള പുല്ലും വിത്തും ഒക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതേപോലെ വെള്ളാപ്പള്ളിയുടെ ഒരു മനസ്ഥിതി നേരത്തെ ഇങ്ങനെ തന്നെയാണ്. അത് കുറച്ചൊരു പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ ഒത്തു എന്നുള്ളതാണ്. അത് നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ, ഒന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ, അതിൽ BJPക്ക് ഒരു മുൻതൂക്കം കിട്ടി എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. 11 സീറ്റിൽ അവർ മുന്നിലാണ്, 8 സീറ്റിൽ അവർ 2ാം സ്ഥാനത്താണ്. ആ ഒരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കുറച്ച് കടത്തി പറഞ്ഞാൽ ഇതൊക്കെ കിട്ടീൻ്റെ ഒരു പാറ്റൻ്റ് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളാപ്പള്ളിക്ക് സ്വായത്തമാക്കാൻ പറ്റും. അതായത് ഇതൊക്കെ ഞങ്ങളുടെ ഒരു സമുദായത്തിൻ്റെയും ഇടപെടലിൻ്റെയും കാരണമാണ്, ഞങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് എന്ന് BJPയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണണം. മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ അദ്ദേഹം ഒരു വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിട്ടും മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഇതിൽ സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഈ സമയത്ത് അവർ പ്രതികരിക്കുകയില്ല എന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് പറയുന്നത്. കാരണം അവരിത് പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു വഴിയിലേക്ക് പോകും, അവരുടെ ലക്ഷ്യം എളുപ്പത്തിലാവും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതിനർത്ഥം അവർ പ്രതികരിക്കേണ്ട എന്നല്ല. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്ത് അദ്ദേഹത്തിൻ്റെ ഈ സംസാരം. കാരണം ഈ ടൈമിൽ ആരും എന്ത് ചെയ്യൂല, അത് പറയില്ല. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്, നിയമസഭ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇത് എവിടേക്ക് എടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാ മുന്നണികളിലും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ട്. ഏതായിരുന്നാലും നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട വിഷയമായിട്ടല്ല, ഇത് BJPയുടെ കേരള പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ മൊത്തം കാണുന്നത്. കാരണം BJP ഒരുപാട് കുതിക്കുകയും കിതക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു സീറ്റ് അവർക്ക് നിയമസഭയിൽ കിട്ടി, പിന്നെ പുറകോട്ട് പോയി, പിന്നെ മുന്നോട്ട് വന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സ്വീകരിക്കുന്ന രീതി എന്താ വെച്ചാൽ പല ആംഗിളിൽ അവരുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഉത്തരേന്ത്യ പോലെയല്ല കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടി പ്രബുദ്ധരാണ്, കാര്യങ്ങളെ മനസ്സിലാക്കും, അങ്ങ് തൊടാതെ വീഴുന്ന സ്വഭാവമില്ല. അപ്പോൾ ശക്തമായ ഹിന്ദുത്വം പറഞ്ഞാൽ കിട്ടുന്ന വോട്ടുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ആളുകളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്, അവരത് പറയും. പിന്നെ ഒരു നോർമൽ ശൈലിയിൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളുകളെ അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയ കുറേ ആളുകളുണ്ട്. അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകളെ അങ്ങനെ പറയിപ്പിക്കും. പിന്നെ കുറച്ച് കേട്ട ഒരു ലോജിക്കാണെന്ന് തോന്നുന്ന രീതിയിൽ, ഒരു ന്യായമാണ് പറയണതെന്ന് തോന്നുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ചാനലിൽ വന്നിട്ട് സംസാരിപ്പിക്കാൻ പറ്റിയ കുറേ ആളുകളുണ്ട്. അവരെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിച്ചിട്ട് കുറേ ബുദ്ധിജീവികളായ ആൾക്കാരൊക്കെ ഇതിലേക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, ആ ആശയത്തിലൂടെ കൊണ്ടുവരും. പിന്നെ കുറേ സെലിബ്രിറ്റികൾ അതുപോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരൊക്കെ ഇതാ വരുന്നു, അപ്പോൾ ഇനി നമുക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി, പിന്നെ നേരത്തെ ശോഭന, ഇതുപോലെയുള്ള കുറേ ആളുകൾ സിനിമാ രംഗത്തു നിന്നുള്ള ഫീൽഡിൽ നിന്ന് ആളുകളൊക്കെ അവർ കൊണ്ടുവന്നതിലൊരു പരീക്ഷണം, സുരേഷ് ഗോപിൻ്റെ പരീക്ഷണം അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഒരുപാട് ആളുകളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആ സന്ദർശിച്ച ആളുകളുടെയൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഒന്ന് നായനാരുടെ ഭാര്യയാണ്. ആരാണ് നായനാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ ഒന്ന് പ്രസിദ്ധനായ കഥാകാരൻ T. പത്മനാഭനാണ്. പത്മനാഭൻ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വർഗീയതയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഒന്ന് കരുണാകരനാണ്. കരുണാകരൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വലിയ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ചെയ്തത് സംസാരിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പക്ക BJPയുടെ ആ രീതിയല്ല. ഇവിടെ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളിലേക്ക് കൂടി ഒരു റീച്ച് കിട്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു യാത്രയാണ്, വളരെ കണ്ണിങ് ആയിട്ടുള്ള യാത്രയാണ് എന്ത് ചെയ്യണത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു രീതിയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ രൂപമാണ്. ഇതിൽപ്പെട്ട ഒരു രൂപമാണ്, ഒരു പ്രശ്നമാണ് അവർക്ക് ഈഴവരെയും ക്രിസ്ത്യാനികളെയും എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുക എന്നത്. ഇവിടെ അവർക്ക് ഭരണത്തിൽ വരണമെങ്കിൽ നിർബന്ധമാണ്. കാരണം 53% ഇവിടെ ഹൈന്ദവ വിഭാഗം, അതിൽ മുഴുവൻ ആളുകളെ തന്നെ അവർക്ക് കിട്ടൂല.
പിന്നെ അതിൽ ഷോർട്ടേജ് വരുന്നത് ഈ രണ്ട് മുന്നണി പിന്നെ സമുദായത്തിൽ നിന്ന് എന്ത് ചെയ്യണം, അവർക്ക് പിടിക്കേണ്ടി വരും. അപ്പോൾ അതിനവർ ഒരുക്കി വെച്ച ഒരു ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവർ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട്. ഈഴവരും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒക്കെ. അതിൽ മുസ്ലിങ്ങൾക്കുണ്ട് കുറേ പിന്നോക്കാവസ്ഥ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളെ ആ നിലക്ക് ഒരു BJPയിലേക്ക് പെട്ടെന്ന് കൂട്ടത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയും എന്ന് അവർക്ക് ഉറപ്പില്ല, സാധ്യമല്ല. പിന്നെ സാധ്യതയുള്ളത് ഈ രണ്ട് വിഭാഗങ്ങളാണ്. അപ്പോൾ ആ രണ്ട് വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഭ്യന്തരമായി അവർ മാത്രം കൂടുമ്പോൾ ചർച്ച ചെയ്യുന്ന അവരുടെ സ്വകാര്യ സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സങ്കടങ്ങൾ അവർ ഒപ്പിയെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ കാരണം ഇവിടെയുള്ള മുസ്ലിങ്ങളാണ് എന്ന് അവരോട് പറഞ്ഞ് ഫലിപ്പിച്ച് അങ്ങനെ അവർക്കിടയിൽ ഒരു വേര് പടർത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ, ഒന്ന് ഈ സമുദായങ്ങൾക്ക് മുസ്ലിങ്ങളോടൊരു വിരോധം ഉണ്ടായി കിട്ടും, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, അത് ഇവർക്ക് ഗുണമാവുകയും ചെയ്യും. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളോട് വിരോധം, മറുഭാഗത്ത് രണ്ട് മുന്നണികളുമാണ് നിങ്ങളെ ശത്രുക്കൾ. അതായത് ഇവർക്ക് രണ്ട് കൂട്ടർക്കുള്ള ശത്രുക്കൾ രണ്ട് കൂട്ടരാണ്. ഒന്ന് മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കൾ, മറ്റൊന്ന് ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളാണ്. അപ്പോൾ ഇത് രണ്ടും ഇട്ട് അടർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പോകാനുള്ള വഴി ഏതാണ്? NDA എന്ന് പറയുന്ന ഒരു മൂന്നാം കക്ഷി എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യും, അവർ വരും. അപ്പോൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ 80-20 പ്രശ്നം, ലവ് ജിഹാദിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഈഴവർക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണം ഈ വിഷയങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം ഈഴവ സമുദായം കൂടുതലുള്ളത് CPMലാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ആദ്യം CPMൽ നിന്നാണ് അവർ അകറ്റുന്നത്. അതിനുവേണ്ടിയാണ് എന്ത് പറയുന്നത്, CPM മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുന്നത് CPMൽ നടത്താനാണ്. ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ന്യൂട്രക്ക് ഇടുക എന്ന് പറയുമല്ലോ, അപ്പോൾ വെള്ളാപ്പള്ളി ന്യൂട്രക്ക് ഇട്ട് കൊടുക്കും, സുരേന്ദ്രൻ വന്നിട്ട് ഗീർക്കിടുകയും ചെയ്യും. ഇതാണ് സംഗതി യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, SNDP ആ ഒരു ആശയത്തെ പിൻപറ്റുന്നൊരു സമുദായം ഉണ്ടല്ലോ, ഇവിടെ വലിയൊരു സമുദായമുണ്ട്. ആ സമുദായം അതിൻ്റെ മൊത്തത്തിലുള്ളൊരു പിന്തുണയൊന്നും വെള്ളാപ്പള്ളിക്ക് ഈ വിഷയത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളാപ്പള്ളിക്ക് ഇതിൽ പ്രത്യേകമായ വ്യക്തിപരമായ നേട്ടങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ BJPക്ക് ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അധികാരം അനിവാര്യമായ ഒരാളാണ് അദ്ദേഹം. ഒരു വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് അന്വേഷണങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ സംഘടനയുടെ ഉള്ളിൽ നിന്ന് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. ആ സംഘടനയിൽ നിന്ന് വരുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പലപ്പോഴും ഇവിടെ ചർച്ചയായതാണ്. അതൊക്കെ ഇതിലൂടെ തേച്ച് മായ്ച്ച് പോകാൻ പറ്റും. ഇതിലൂടെ ഒരു വലിയ ലീഡറായിട്ട് സമുദായത്തിൻ്റെ വലിയൊരാളായിട്ട് വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമായി അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മെജോറിറ്റി കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശവും യഥാർത്ഥത്തിൽ എന്തുണ്ട്, ഇതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില നേട്ടങ്ങൾ കിട്ടും, സമുദായത്തിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അവരുടെ അണികൾ ഈ കെണിയിൽ ഒരിക്കലും വീഴാൻ പാടില്ല എന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം അവർക്കറിയാം, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അധികമൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ല എന്ന് വായിക്കുന്ന, ചിന്തിക്കുന്ന, പഠിക്കുന്ന, നേരത്തെ അമിതമാഷ് പറഞ്ഞ പോലെ കണക്ക് വളരെ സുതാര്യമാണ്. ആർക്കും ആ കണക്ക് നോക്കിയാൽ മനസ്സിലാവും അവരുടെ സ്ഥാനം എവിടെയാണ്. സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിലവിലുള്ളിടത്തോളം കാലം മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രബുദ്ധതയുള്ള ഒരുപാട് ആളുകൾ ആ സമുദായത്തിലുണ്ട്. അപ്പോൾ അവർക്കറിയാം വെള്ളാപ്പള്ളി ഇതുകൊണ്ട് കളിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുതയല്ല എന്നറിയാം. കാരണം പിന്നെ സാധാരണക്കാർക്ക് വേറൊരു കാര്യം കൂടി അറിയാം. വെള്ളാപ്പള്ളിക്ക് അറിയാത്ത ഒരു കാര്യം നല്ലവരായ സാധാരണക്കാർക്ക് അറിയാം. അതെന്താ വെച്ചാൽ, കേരളം ഉത്തരേന്ത്യയല്ല. ഉത്തരേന്ത്യയിൽ ഓരോ വിഭാഗങ്ങൾ ഓരോ ഗല്ലിയിലാണ് താമസിക്കുന്നത്. കേരളത്തിൽ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഈ ഈഴ വിഭാഗം, മുസ്ലിം സമുദായം, ക്രിസ്തു എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. വിദ്യാലയങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, അങ്ങാടികളിൽ, ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടും കൊടുത്തു. ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടെ ഈ വർഗീയതയും വിദ്വേഷം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്ക്കോ കണ്ടോ എന്നുള്ള രൂപത്തിലായി കഴിഞ്ഞാൽ, അത് ഈ സാധാരണക്കാരൻ്റെ സാമൂഹ്യ ജീവിതത്തെയും സമാധാന ജീവിതത്തെയും തച്ച് തകർക്കും. യാതൊരു തർക്കമല്ല. അവസാനം ഈ അധികാരം കൊണ്ട് എന്ത് ചെയ്യും, ഈ വ്യക്തികൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവരുടെ കുറേ കേസും പ്രശ്നങ്ങളൊക്കെ മൂടി വെക്കപ്പെടും. അവർക്ക് ചില സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരും. അവരുടെ തലമുറകൾക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ BJP ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, യാതൊരു തർക്കമല്ല കാര്യത്തിൽ. ഈ കോർപ്പറേറ്റുമായുള്ള ചങ്ങാത്തത്തിലൂടെ ഒരുപാട് സംഗതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ ആളുകൾക്ക് സമ്പത്ത് വാരിക്കൂട്ടാനും ഇതിനു വേണ്ടി നമ്മളെ നാട്ടിലത്തെ സൗഹാർദ്ദം തകർക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാനുള്ള
ഒരു വിശാല മനസ്സ് അവർക്കുണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരസ്പരമുള്ള ഈ ചർച്ച വൈകാരികമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട നല്ലവരായ മനുഷ്യന്മാരൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പോളറേഷനിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയും ശ്രമവും ഉണ്ടാകണം. അതിൻ്റെ ഗുണം BJPക്കായിരിക്കും. തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പുറത്ത് കാണുന്നതല്ല തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ചിത്രം എന്ന് വളരെ വ്യക്തമാണ്.